ഇന്ന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പേപ്പറാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ, പിന്നെ ഹാർഡ്വെയർ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആദ്യം വെച്ച് എന്താണ് ഒരു കമ്പ്യൂട്ടർ? സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെ. അത് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ പ്രോസസ് ചെയ്യാൻ പറ്റും ചില കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസിന്റെ അകത്തായിട്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് വേരിയസ് നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെ. സോ മെയിൻലി നമ്മുടെ കമ്പ്യൂട്ടറിന് 4 ബേസിക് ഫംഗ്ഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്. ഇങ്ങനെ 4 പ്രോസസ് ആണ് മെയിൻലി എന്തുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിന് 4 മെയിൻ ഫംഗ്ഷൻസ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുക. ഇൻപുട്ട് ഡിവൈസസിൽ ത്രൂല് യൂസറിൽ നിന്ന് എന്ത് ചെയ്യുക? ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ് ആകാം, ഇമേജ് ആകാം, എന്ത് രീതിയിൽ വേണമെങ്കിലും ആകാം. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഇതിന് മുമ്പ് കമ്പ്യൂട്ടർ ഒട്ടും തന്നെ നോക്കിയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഡേറ്റ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻപുട്ട് ഡിവൈസസ് വഴി. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ എടുത്ത ഇൻപുട്ട് എന്ത് ചെയ്യണം? നമുക്ക് പ്രോസസ് ചെയ്യണം അല്ലേ. സോ എന്താണ്? ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന എടുത്തേക്കുന്ന ഇന്ന ഡേറ്റ ഇന്ന രീതിയിൽ വേണമായിരിക്കണം നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതിനനുസരിച്ചേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പ്രോസസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ 2 നമ്പർ ആഡ് ചെയ്യണം. ഇപ്പൊ 5ഉം 2ഉം കൂടെ എനിക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യൂസറിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്ത് 2 നമ്പേഴ്സ് ആണ് വേണ്ടത്, ആഡ് ചെയ്യപ്പെട്ട് നമ്പേഴ്സ് ഏതൊക്കെയാന്ന് ചോദിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഇൻപുട്ട് ആയിട്ട് എന്ത് വാങ്ങിക്കും? 5ഉം 2 എന്ത് ചെയ്യും? ഇൻപുട്ട് ആയിട്ട് വാങ്ങിക്കും. സോ ഇൻപുട്ട് ആയിട്ട് വാങ്ങിച്ച് ഈ 5ഉം 2ഉം നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ്, അതായത് നമ്മൾ എന്താ ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്ന അഡീഷൻ ആണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. അതാണ് പ്രോസസിങ് സ്റ്റെപ്പിൽ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? 5ഉം 2ഉം കൂടെ അത് ആഡ് ചെയ്യും. ഇപ്പൊ 5ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 7. ഈ 7 നമുക്ക് ഇനി എന്ത് ചെയ്യണം? തിരിച്ച് നമ്മുടെ യൂസറിന് നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെ. നിങ്ങൾ പറഞ്ഞ ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്തു, ഇതാണ് റിസൾട്ട്, നമുക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു റിസൾട്ട് 7 എന്ന് പറഞ്ഞ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെലിവറി ചെയ്യും. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള 3 പ്രോസസ്. ഇൻപുട്ട് എടുക്കുന്നു, അതിനെ പ്രോസസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യുന്നു? അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കും. അതിനിടയ്ക്ക് ഒരു മെത്തേഡ് എന്താണ്? സ്റ്റോറേജ്. ഇപ്പൊ യൂസറെ ഞാൻ 5ഉം 2 എന്ന് പറഞ്ഞ 2 നമ്പറിനെയും വാങ്ങിച്ചു. അത് ഞാൻ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടേ, എന്നാലല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിൽ ഓപ്പറേഷൻ ചെയ്ത് വെക്കാൻ പറ്റും. എവിടെയെങ്കിലും നമ്മൾ എങ്ങോട്ടെങ്കിലും അത് സൂക്ഷിച്ചു വെക്കണ്ടേ നമുക്ക് അതിൽ ഓപ്പറേഷൻസ് ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോറേജും കൂടെ യൂസ് ചെയ്യാൻ. ഇതിനാ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നീട് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് വേണം? സ്റ്റോറേജ് വേണം. സോ ഇതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇപ്പൊ എന്ത് രീതിയിലുള്ള ആയിരിക്കും നമുക്കൊരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ? കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. മെയിൻലി 4 ഫംഗ്ഷൻസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഇൻപുട്ട്, പ്രോസസിങ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതെ അതെ, ഓക്കെ ആണ് മാം. നമുക്ക് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യത്താണ് എന്ത്? സ്പീഡ്. സോ കമ്പ്യൂട്ടർ ക്യാൻ പ്രോസസ് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ തന്നെ അതിന് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട്, ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ഓരോരോ ടാസ്ക് ആയിരിക്കാം കേട്ടോ. ചിലപ്പോൾ ഇതേപോലത്തെ അരിത്തമെറ്റിക് ടാസ്ക് ആകാം, അത് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരേ സമയത്ത് ഇപ്പൊ ലാപ്പിൽ നമ്മളിപ്പോ പാട്ട് കേൾക്കുന്നുണ്ടാവും, വേറൊരു നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും എന്തെങ്കിലും, വേറൊരിടത്ത് നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇമേജ് വല്ലോ നമ്മൾ എഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ടൈം ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യാം? ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ലാഗ് ഒന്നും ഇല്ലാതെ തന്നെ സ്പീഡിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്തായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് പറ്റും. സോ എന്താണ്? മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഒരു സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്പീഡ് ഭയങ്കരമായിരിക്കും. നമ്മൾ മാനുവലി നമ്മൾ ഹ്യൂമൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് സ്പീഡിലായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. അതാണ് സ്പീഡ്. രണ്ടാമത്തത് അക്യുറസി. അക്യുറസി എന്ന് പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എറേഴ്സ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ഹ്യൂമൻസ് നമ്മൾ മാനുവലി നമ്മളിപ്പോ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യാന്ന് വെച്ച് ഇപ്പൊ 5,00,32410 ഇതൊക്കെ വെച്ചിട്ട് ഇതിലൂടെ വേറെ ഒരു വലിയ നമ്പർ, അതിന്റെ കൂടെ വീണ്ടും ഒരു വലിയ നമ്പർ, ഇതൊക്കെ നമ്മൾ മാനുവലി ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു 0യോ 1ഓ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി
തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യുന്നതെങ്കിലോ എറർ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതാണ് അക്യുറസി എന്താന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അത് എറേഴ്സ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ഹ്യൂമൻസ് ഉണ്ടാക്കുന്നതിന്റെ അത്ര എറേഴ്സ് മെഷീൻസ് ഉണ്ടാക്കാറില്ല. പിന്നെന്താണ് ഓട്ടോമേഷൻ. വൺസ് എ ടാസ്ക് or a set of instructions provided, computer can perform the task automatically without human intervention. അതായത് നമ്മളൊരു കമ്പ്യൂട്ടറിനെ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ അഡീഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. യൂസർ ഇപ്പൊ 2 നമ്പർ തരുവാണെങ്കിൽ എന്ത് ചെയ്യണം, 2 നമ്പറിലേക്ക് കിട്ടിയ ഉടനെ അവരെ തമ്മിൽ കൂട്ടുക, A+B ചെയ്യുക, അതിന്റെ ഔട്ട്പുട്ട് എന്താണോ അത് കാണിക്കുക. അതിനിടയിൽ എപ്പോഴും ഹ്യൂമൻ ഇന്റർവെൻഷന്റെ ആവശ്യമില്ല. ചെന്നിട്ട് വീണ്ടും പോയി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എന്തിട്ടുണ്ടാവും, പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ 2 നമ്പർ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കണം ചെയ്യേണ്ടത്, എന്നിട്ട് ഇന്ന സാധനം ഔട്ട്പുട്ട് ആയിട്ടും കൊടുത്തേക്കണം. സോ എന്താണ്, അങ്ങനെ നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ മനുഷ്യന്റെ ആവശ്യമൊന്നും ഇല്ല. അത് തന്നെ എന്ത് ചെയ്തോളും, അത് ചെയ്യേണ്ട ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോറേജ് ആണ് അല്ലേ. കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിപ്പോ ടെമ്പററിലി വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് താൽക്കാലികമായിട്ട് നമുക്കിപ്പോ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അല്ല എങ്കിൽ നമുക്ക് എന്താ, പെർമനന്റ്ലി ഒരിക്കലും പോവാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന്റെയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകെ ഡിസ്കസ് ചെയ്യും. അതാണ് ഒന്ന് സ്റ്റോറേജ്. ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ആകാം, ഫോട്ടോസ് ആകാം, വീഡിയോസ് ആകാം, എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വേഴ്സാറ്റിലിറ്റി. അതായത് കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് അല്ലെ. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഫീൽഡ്സിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാം. നമ്മുടെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് അല്ലെ മാത്തമാറ്റിക്സ് മാത്രം സോൾവ് ചെയ്യാണോ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, നമുക്കിപ്പോ ഗെയിം കളിക്കാം, ഗെയിമിംഗ് ഫീൽഡിൽ നമുക്ക് യൂസ് ചെയ്യാം, പ്രോഗ്രാമിംഗിന് അല്ലെ സയന്റിഫിക് റിസർച്ചിൽ, ഓഫീസ് വർക്കിൽ, സ്കൂളിൽ, അങ്ങനെ പല മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനെ നമുക്ക് ഉപകാരപ്പെടുത്തി നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് വേഴ്സറ്റാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലായിടത്തും പല ഫീൽഡ്സിലും എന്ത് ചെയ്യുന്നുണ്ട് ആള്, ഹ്യൂമൻ വർക്ക്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺലൈക്ക് ഹ്യൂമൻസ് കമ്പ്യൂട്ടേഴ്സ് ഡോണ്ട് സഫർ ഫ്രം ഫാറ്റീഗ് ആൻഡ് ക്യാൻ വർക്ക് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ലൂസിംഗ് എഫിഷ്യൻസി. അതിപ്പോ നമ്മളൊരു മനുഷ്യന്റെ അടുത്ത് പറയാണ്, നീ ഒരു 10 മണിക്കൂർ വിത്തൗട്ട് എനി ബ്രേക്ക് നീ അങ്ങ് പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ എന്താവും, അയാൾ ആദ്യത്തെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഭയങ്കര എഫിഷ്യൻസി ആയിരിക്കും, ഭയങ്കര ഉഷാറായിട്ടായിരിക്കും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്കായിട്ട് ബ്രേക്കേ ഇല്ല, ജസ്റ്റ് വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും നമ്മൾ ഗ്യാപ്പേ കൊടുക്കുന്നില്ല എങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആള് ടയേർഡ് ആവും അല്ലേ. ആദ്യത്തെ 1 മണിക്കൂർ ഉണ്ടായിരുന്ന എഫിഷ്യൻസി 5-ാമത്തെ മണിക്കൂറിൽ ഉണ്ടാവും. പത്താമത്തെ മണിക്കൂർ ആകുമ്പോഴത്തേക്ക് എഫിഷ്യൻസി ഒക്കെ തീർന്ന് ആക്കങ്ങ് വയ്യാണ്ടായിട്ടുണ്ടാവും അല്ലേ. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ ആകുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ടോ, ഇല്ല. ആദ്യത്തെ സെക്കൻഡ് തൊട്ട് 10ാമത്തെ മണിക്കൂർ വരെ എന്തായിരിക്കും, ഒരേ എഫിഷ്യൻസിയിൽ ഒരേ കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ വർക്ക് ചെയ്യും. പിന്നെന്താണ്, മൾട്ടി ടാസ്കിങ് അല്ലെ. അത് ഒരേ സമയത്ത് എന്താണ്, സെവറൽ ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. എന്താണ്, ടൈം ഷെയറിംഗ് ടെക്നിക്സ്, പിന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം, ലാപ്പിൽ നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കാം, ഒരു ഫയല് തുറന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ എനിക്ക് ഇപ്പുറത്ത് ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം അല്ലെ. എനിക്ക് മൾട്ടിപ്പിൾ ടാസ്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ച് ടൈം ഷെയറിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ അതും എന്താണ്, കമ്പ്യൂട്ടറിനെ കൊണ്ട് പറ്റും. നമ്മൾ മാനുവലി നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ചെയ്യാൻ പോവാണ്, ഒരേ സമയത്ത് ഒരു പാട്ട് എഴുതാനും അല്ലെങ്കിൽ വേറൊരു ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യാനും ഫോട്ടോ എഡിറ്റ് ചെയ്യാനും, ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങനെ 3-4 വർക്കിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ നമ്മുടെ എഫിഷ്യൻസി എന്താവും, കുറഞ്ഞു പോകും. പക്ഷെ കമ്പ്യൂട്ടറിന്റെ കേസിൽ എന്ത് വരത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി കണക്ടഡ് ഓവർ നെറ്റ്വർക്സ് ടു ഷെയർ റിസോഴ്സസ് ആൻഡ് ഡേറ്റ അല്ലെ. നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഡേറ്റാസ് സെൻഡ് ചെയ്യാനായിട്ട് കണക്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, നമ്മൾ ഇവിടുന്ന് ചിലപ്പോൾ 3 ദൂരെയുള്ള വേറെ കൺട്രീസിലുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട്, ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ല, അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അതെല്ലാം നമ്മൾ എന്ത് വെച്ചാൽ ചെയ്ത് കമ്പ്യൂട്ടേഴ്സിന്റെ ഹെൽപ്പോടെ. സോ ഇത് ഇത്രയാണ് നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ്, സ്പീഡാണ്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൊണ്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അക്യുറസി, എറർ ഭയങ്കര കുറവായിരിക്കും നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും. പിന്നെ എന്താണ്, ഓട്ടോമേഷൻ, വേറൊരു ഹ്യൂമൻ ഹെൽപ്പിന്റെ ആവശ്യമൊന്നുമില്ല. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്താണോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അത് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തു പോകും. അടുത്ത എന്താണ്, സ്റ്റോറേജ്. സ്റ്റോറേജ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ്ലി എനിക്ക് കുറച്ച് ഡേറ്റ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള ഒരു സൗകര്യവും തരുന്നു. പിന്നെ എന്താണ്, വേഴ്സറ്റാലിറ്റി അല്ലേ.
എന്താണ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗെയിം ആയിക്കോട്ടെ, പ്രോഗ്രാമിംഗ് ആയിക്കോട്ടെ, സയന്റിഫിക് റിസർച്ച് ആയിക്കോട്ടെ, പല പല മേഖലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഡിലിജൻസ് അല്ലേ, അതായത് 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ കമ്പ്യൂട്ടറിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാൽ എഫിഷ്യൻസിയിൽ എന്ത് വരത്തില്ല, ലോസ് ഒന്നും തന്നെ വരത്തില്ല. പിന്നെ ആളെന്താണ്, മൾട്ടി ടാസ്കിങ് ആണ് അല്ലെ. ഒരേ സമയത്ത് നമുക്ക് സെവറൽ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമുക്കൊരു നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിനകത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റയും റിസോഴ്സസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ ആണോ? ഒത്തിരി സ്പീഡ് ഉണ്ടോ? ഞാൻ കുറച്ചുകൂടെ പയ്യെ പറയണോ? മാം കുറച്ചും കൂടി സ്ലോ ആയിട്ട് പറയാൻ പറ്റുമോ? പറയാം. അടുത്തത് ഹിസ്റ്ററി ആൻഡ് ഇൻവെന്റേഴ്സ്. സോ ഹിസ്റ്ററി ആൻഡ് ഇൻവെന്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ പെട്ടെന്ന് വന്ന ആളല്ലല്ലോ, നമ്മൾ പയ്യെ പയ്യെ ഓരോ സ്റ്റേജ് വരെയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആളാണ് അല്ലേ. സോ അതെങ്ങനെ ഇങ്ങനെ ഡെവലപ്പായി നമ്മൾ ഇന്ന് കാണുന്ന ഒരു മോഡേൺ കമ്പ്യൂട്ടറിലേക്ക് എത്തി എന്നുള്ള ഒരു ഹിസ്റ്ററി, കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത്, പാസ്കലി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു, ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ അയാൾ ബിൽഡ് ചെയ്തു. നമ്മളിപ്പോ കാണുന്ന രീതിയിലുള്ള വലിയ അഡ്വാൻസ്ഡ് കാൽക്കുലേറ്റർ എന്നല്ല, ഒരു സാധാ കാൽക്കുലേറ്റർ. അതിനകത്ത് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അഡീഷണൽ സബ്ട്രാക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ബേസിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമ്മൾ ആദ്യം കമ്പ്യൂട്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്തത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആദ്യം കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ അതിന് പിന്നെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് നമ്മൾ എൻലെസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, പാസ്കലിൻ എന്ത് ചെയ്തു, ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചു 1642. അതിൽ എന്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജസ്റ്റ് 2 നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, ഇത് രണ്ടും മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ എഴുതുമ്പോൾ പിന്നെ 1673 ലെബ്നീസ് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു, ഈ പാസ്കലിൻ ഉണ്ടാക്കി വെച്ചിരുന്ന കാൽക്കുലേറ്ററിനെ ഒന്നും കൂടെ ആൾ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു. എന്നിട്ട് എന്തുകൂടെ ആഡ് ചെയ്തു, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടെ ആഡ് ചെയ്തു. പാസ്കലിന്റെ കാൽക്കുലേറ്ററിൽ അഡീഷണൽ സബ്ട്രാക്ഷൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. ലെബ്നീസിന്റെ കാൽക്കുലേറ്റർ എന്തും കൂടെ ചെയ്യാനായിട്ട് പറ്റും, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് എന്തായി, ബേസിക് ആയിട്ടുള്ള നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയ 4 ഓപ്പറേഷൻസും ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റർ വരെ നമ്മൾ എത്തി. അതിനുശേഷം എന്ത് ചെയ്തു, ചാൾസ് ബാബേജിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ. പുള്ളിക്കാരനെയാണ് നമ്മൾ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. കാരണം നമ്മളിപ്പോ കാണുന്ന കമ്പ്യൂട്ടറിന്റെ ഒരു ബേസ് മോഡൽ ഡിസൈൻ ചെയ്തത് പുള്ളിക്കാരനാണ് എന്ത് ചെയ്തത്, ഒരു പ്രോഗ്രാമബിൾ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അഡീഷണൽ സബ്ട്രാക്ഷൻ അല്ലാതെ വേറെ കുറച്ച് പരിപാടികളിലൂടെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മെക്കാനിക്കൽ കമ്പ്യൂട്ടറിന്റെ ഒരു ഡിസൈൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് പുള്ളിക്കാരനാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരനെ നമ്മൾ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, അഡാ ലവ്ലേസ് എന്ന് പറയുന്ന ആള്, അതാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നാണ് പുള്ളിക്കാരിയെ അറിയപ്പെടുന്നത്. ഓക്കെ, പുള്ളിക്കാരി എന്ത് ചെയ്തു, ഈ അനലിറ്റിക്കൽ എഞ്ചിൻ, അത് നമ്മുടെ ചാൾസ് ബാബേജ് ഡെവലപ്പ് ചെയ്ത് വെച്ച് അനലിറ്റിക്കൽ എഞ്ചിനിൽ വർക്ക് ചെയ്തു. സോ ദാറ്റ് ഇന്ത്യ കമ്പ്യൂട്ടറിന് പ്രോഗ്രാം ചെയ്യാണ്, നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ പ്രോഗ്രാംസും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ഡെവലപ്മെന്റ് എന്ത് ചെയ്തു, പുള്ളിക്കാരി കൊണ്ടുപോയി. അതിനുശേഷമാണ് നമ്മുടെ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഡിസൈൻ ആയത് 1956. അതിനെയാണ് ഇനിയാക് എന്ന് പറയുന്നത്. അത് നമ്മുടെ US ആർമി വാറിന്റെ സമയത്ത് എന്ത് ചെയ്താണ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു കമ്പ്യൂട്ടറാണ്. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഒക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അടുത്ത സ്ലൈഡ്സിൽ, അപ്പൊ കുറച്ചുകൂടെ പറയാം. അതിനുശേഷം എന്ത് ചെയ്തു, യുനിവാക് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ കൊണ്ടുപോകും. അതാണ് നമ്മുടെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ. നമ്മുടെ ബിസിനസ്സും അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ നമ്മൾ 1951 കണ്ടുപിടിച്ചു. ഇനി ഇന്ത്യ ഒരു കമ്പ്യൂട്ടറിലേക്ക് വന്നതും അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തതും 1960 അതിന് നമ്മൾ ടിഫ്രാക് എന്നാണ് വിളിച്ചത്. അതാണ് നമ്മൾ ഇന്ത്യ കൊണ്ടുവന്നത്. ഇന്ത്യയുടെ ഒരു കമ്പ്യൂട്ടിംഗ് ഫീൽഡിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് തന്നെ അതായത്. സോ ഇതാണ് ജസ്റ്റ് ഹിസ്റ്ററിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിലൊക്കെ ചോദിച്ചേക്കാം, നമ്മുടെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണോ, അല്ലെങ്കിൽ ഇനിയാക്കിന്റെ വർഷമോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കാം. സോ ഹിസ്റ്ററിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഇത്രയും. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം.
So computers can be categorized based on their data handling capabilities, size, functionality and purpose. So കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻലി നമ്മൾ തരംതിരിക്കുന്നത്. എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഡേറ്റ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഡേറ്റ എന്തോരം ഡേറ്റ അതിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി അതിനുണ്ട്, ആ കമ്പ്യൂട്ടറിന്റെ സൈസ് എത്രയാണ്, ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണ്, പർപ്പസ് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്, രണ്ടാമത് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. സോ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലോഗ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ പ്രഷർ, അതൊക്കെ നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നില്ല, ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയിട്ടില്ല, നമ്മുടെ ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാസിംഗ് ഉണ്ട് അല്ലേ. സോ ഇൻഫർമേഷൻ യൂസിങ് കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ്, അങ്ങനെ കണ്ടിന്യൂസ് റേഞ്ച് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന വാല്യൂസ് വന്നുകൊണ്ടേയിരിക്കുന്ന ഇൻഫർമേഷൻസിനെയാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അനലോഗ് കമ്പ്യൂട്ടേഴ്സിനെ ആയിരിക്കും. ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സയന്റിഫിക് റിസർച്ചിലും പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിലും ഒക്കെ ആയിരിക്കും. ഇപ്പൊ നമുക്കൊരു റൂമിലെ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ആണ്, ഒരു റൂമിലെ ടെമ്പറേച്ചർ എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ, ഏതെങ്കിലും ഒരു ടൈപ്പ്, ചിലപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ AC ഓൺ ആയി കഴിയുമ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അല്ലെ. സോ ഒരു റൂമിലെ നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ പറയാൻ ഇത്ര ടെമ്പറേച്ചറിലേക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ AC ഓട്ടോമാറ്റിക്കലി ഓൺ ആവണം. സോ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി ആ മുറിയിലെ ടെമ്പറേച്ചർ നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും അല്ലെ. സോ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു അനലോഗ് കമ്പ്യൂട്ടർ ആയിരിക്കും. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കണ്ടിന്യൂസ്ലി ഡേറ്റ മോണിറ്റർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, അനലോഗ് കമ്പ്യൂട്ടർ ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിന് നമുക്കിപ്പോ ഞാൻ ഇപ്പൊ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് നിൽക്കാൻ. സോ എന്റെ മനസ്സിൽ എന്താണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഒരു ലാംഗ്വേജ് വെച്ചിട്ടാണ് അല്ലേ. സോ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്, അതായത് സീറോസും വൺസും ഉള്ള ലാംഗ്വേജ് ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് ഇപ്പൊ കമ്പ്യൂട്ടർ എടുത്ത് പറയാണ് രണ്ട് നമ്പർ ആഡ് ചെയ്യാനായിട്ട് പറയാം, അതിപ്പോ എനിക്ക് സീറോസിലും വൺസിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. നമ്മളെ കൊണ്ട് സീറോസും വൺസിന്റെ കോമ്പിനേഷൻസ് ഓർത്തിരിക്കാനും അതിന് വർക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ കൊണ്ടുവന്നു, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അത് നമുക്ക് എന്താണ് പഠിക്കാനായിട്ട് എളുപ്പമാണ് അല്ലെ. നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം എന്നുള്ളത് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈത്തൺ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തത്. അല്ലെങ്കിൽ പൈത്തൺ, ജാവ, C++, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യും, കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ എന്ത് ചെയ്ത് മാറ്റും, എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, നമ്മുടെ ബൈനറി ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ സീറോസും വൺസും ഉള്ള കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും അല്ലെ. സോ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ടാസ്ക് ആയിക്കോട്ടെ, ഇപ്പൊ AI ഡെവലപ്പ് ചെയ്യാനായിക്കോട്ടെ, എന്ത് ടൈപ്പ് കാര്യങ്ങൾ വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാനും കമ്പ്യൂട്ടറിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും പഠിപ്പിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാം അല്ലേ. സോ നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ബൈനറി ഡിജിറ്റ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അതായത് സീറോസും വൺസും. അതിലെന്ത് ഈ ലോജിക്കൽ ആയിട്ടുള്ളതും അരിത്തമെറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസും ഒക്കെ ആരായിരിക്കും പെർഫോം ചെയ്യുന്നത്, നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസ്, ഇതെല്ലാം നമ്മുടെ കോമൺ ആയിട്ടുള്ള ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന്റെ കാറ്റഗറിയിലായിട്ട് വരും. പിന്നെ ഇനി ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ടിന്റെയും കൂടെ ഒരു ഇന്റഗ്രേഷൻ ആയിരിക്കും, നമ്മുടെ അനലോഗിന്റെയും ഡിജിറ്റലിന്റെയും. ഇപ്പൊ അനലോഗിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ മാത്രം എടുക്കുന്നു, ഡിജിറ്റലിനകത്ത് സീറോസ് ആൻഡ് വൺസ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബൈനറി ഡിജിറ്റ്സ് മാത്രമായിട്ടുള്ള ഡേറ്റയാണ് ഡിജിറ്റലിനകത്ത് എടുക്കുന്നത് അല്ലേ. സോ ഇവര് രണ്ടുപേരുടെയും നല്ല ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തുചേർത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടോ, അനലോഗ് പാർട്ട് ഹാൻഡിൽസ് ഇൻപുട്സ് ലൈക്ക് ഹാർട്ട് റേറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഡിജിറ്റൽ പാർട്ട് പ്രോസസ്സസ് ദ ഡേറ്റ. ഇപ്പൊ ഇവർ രണ്ടുപേരെയും കൂടെ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ എനിക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് എടുക്കാം, ഒരു പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റ് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് അനലോഗ് പാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ്ലി നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മോണിറ്റർ ചെയ്യാം, അയാളുടെ ബോഡി ടെമ്പറേച്ചർ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇൻപുട്ട് ആയിട്ട് എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, അനലോഗ് കമ്പ്യൂട്ടറിന്റെ സഹായം തേടാം.
എന്നിട്ട് ആ ഇൻപുട്ട് ആയിട്ട് കിട്ടിയ ഡേറ്റ ഇനി എനിക്ക് എന്ത് ചെയ്യണം, പ്രോസസ് ചെയ്യണം അല്ലേ. ഇപ്പൊ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ഹാർട്ട് റേറ്റ് ഇത്ര കൂടുതലാണ് എങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടുതലാണ്, ഇത്ര കുറവാണെങ്കിൽ ഹാർട്ട് ഫെയിലിയറിന് സാധ്യതയുണ്ട്, ടെമ്പറേച്ചർ ഇത്ര കൂടുതലാണെങ്കിൽ ഇന്ന പ്രശ്നമായിരിക്കാം. സോ ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാം ഒരു ലോജിക്കൽ അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ അനലോഗ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഇൻപുട്ട് ആയിട്ടുള്ള ഹാർട്ട് റേറ്റും ടെമ്പറേച്ചറും നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. നമ്മുടെ ഡിജിറ്റൽ പാർട്ട് എന്ത് ചെയ്യും, ആ ഡേറ്റയെ പ്രോസസ്സിംഗ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് കാണിക്കും. സോ നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ഈ രണ്ടിന്റെ ഫോർമുലേഷൻ സ്കൂളിൽ യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിലാണ്. ICUലൊക്കെ എന്താണ് പേഷ്യൻസിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിഫിക് റിസർച്ചിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാനേ? ഇത് നമുക്ക് കമ്പ്യൂട്ടറിനെ സൈസും പെർഫോമൻസും വെച്ചിട്ട് നമ്മൾ പിന്നെയും ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വലിയ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നുമല്ല, ബട്ട് ആവശ്യത്തിന് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അതാണ് നമ്മുടെ PCs അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ടാബ്ലറ്റ്, നമ്മുടെ സ്മാർട്ട് ഫോൺ, അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വൽസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രത്തിലുള്ള കപ്പാസിറ്റിയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തേക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വിളിക്കുന്നത്. പിന്നെ മിനി കമ്പ്യൂട്ടേഴ്സ് ഒക്കെ. മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മിഡ് സൈസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ചെറിയ ചെറിയ ഓർഗനൈസേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. മിനി കമ്പ്യൂട്ടേഴ്സിൽ എന്തായിരിക്കും, മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യും, മൾട്ടി ടാസ്കിങ്ങിന് പറ്റും. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണലൈസ്ഡ് ആണ്. അത് ഒറ്റ ഇൻഡിവിജ്വലിനെ എന്തുള്ളൂ, അധികാരമുള്ളൂ. എല്ലാം അല്ലേ, നമ്മുടെ ഫോൺ നമ്മുടെ മാത്രമല്ലേ, നമ്മളല്ലേ അതിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം അല്ലേ. സോ അപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, നമ്മൾ ഒരാളായിരിക്കും അതിൽ അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. പക്ഷെ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരുപാട് യൂസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും, പല പല ടാസ്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കെ പറ്റും. ലാർജ്ലി റീപ്ലേസ് ബൈ സെർവേഴ്സ് ആൻഡ് പവർഫുൾ PCs. സോ ഈ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പൊ അത് കൂടുതൽ നമ്മൾ സെർവറും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മിനി കമ്പ്യൂട്ടേഴ്സിനെ ധാരാളമായിട്ട് റീപ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാർജ് ആൻഡ് പവർഫുൾ സിസ്റ്റം ആണ്. ഇത് ബിഗ് ഓർഗനൈസേഷൻസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ബാങ്ക്, യൂണിവേഴ്സിറ്റീസ്, അവിടെ ഒക്കെ ഉണ്ടാവുന്ന ഇപ്പൊ ഒരു ബാങ്കിൽ തന്നെ എന്താ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. കസ്റ്റമേഴ്സിന്റെ കുറേ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ബാങ്കിലെ എംപ്ലോയീസിന്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ബാങ്കിന് വേറെ ഈ ബാങ്കുമായിട്ട് എന്തൊക്കെ കണക്ഷൻസ് ഉണ്ടോ അതെല്ലാം ഉണ്ടാവും. സോ ഇതിന്റെ 3 ആൾക്കാരുടെ ആക്സസ് ഉണ്ടായിരിക്കും അല്ലേ. പല പല അഡ്മിൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ബാങ്കിലെ എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് കാണാൻ പറ്റുന്ന ഡേറ്റയും കാര്യങ്ങളും വേറെ ആയിരിക്കും. ഇപ്പൊ എനിക്ക് കാണാം, ഇപ്പൊ ഒരു ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണുന്ന ഡേറ്റയും നിങ്ങളൊരാൾ കാണുന്ന ഡേറ്റ എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടാവും അല്ലെ. സോ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നു, ഒരുപാട് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെ എന്താണ് വലിയ ഭാരിച്ച ഉത്തരവാദിത്വവും എല്ലാമാണ് അല്ലെ. അപ്പൊ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനത്തെ ബിഗ് ഓർഗനൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആയിരിക്കും. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഹൺഡ്രഡും തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സൈമൾട്ടേനിയസ്ലി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ എന്താ UPI വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസ അയക്കും. നമ്മൾ എല്ലാവരും പലയിടത്ത് പോകുന്നു, പല സ്കാനറിൽ എന്ത് വെച്ചിട്ട് നമ്മൾ എന്ത് പൈസ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരെയും പൈസ പോകുന്നില്ല. ചിലപ്പോൾ നമ്മളെല്ലാവരും ഇപ്പൊ മെജോറിറ്റി യൂസ് ചെയ്യുന്ന ഇപ്പൊ SBI ആണെന്ന് വിചാരിച്ചു. SBI യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എല്ലാവരും പൈസ അറ്റ് എ ടൈം അയക്കാൻ നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എന്ത് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് ആയി അത് അടുത്ത ആക്കിയിട്ട് ഉണ്ടാവുന്നുണ്ട്, ക്രെഡിറ്റ് ആയി പോകുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇല്ല. അതാ പറഞ്ഞത് ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ക്രാഷ് ആകാതെ, ആർക്കൊരു ഇൻകൺവീനിയൻസ് ഉണ്ടാക്കാതെ സ്മൂത്ത് ആയിട്ട് ആൾ എന്ത് ചെയ്തോളും, എല്ലാ കാര്യവും നോക്കിപ്പോകും. സോ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്താണ്, ഹൈലി റിലയബിൾ ആണ്, സെക്യൂരിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, ആൻഡ് അവൈലബിലിറ്റി എന്തായാലും കൂടുതലായിരിക്കും. പക്ഷെ ആള് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അറ്റ് സെയിം ടൈം. പിന്നാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഏറ്റവും പവർഫുൾ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈ ആൻഡ് സയന്റിഫിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ, വലിയ വലിയ സയന്റിഫിക് റിസർച്ചിന്റെ സമയത്ത് ഒരു വലിയ വലിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വലിയ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ്, നമ്മുടെ സാധാ ഈ ഒരു പ്ലസ് മൈനസ് അഡീഷൻ അങ്ങനെയൊന്നും അല്ല. വലിയ വലിയ തിയറംസ്, വലിയ വലിയ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഒക്കെ വരും, ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ളത്, നമുക്ക് പെട്ടെന്നൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത, അതിനൊക്കെ പ്രോസസ് ചെയ്യാനൊക്കെ നമ്മുടെ സാധാ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുവാണെങ്കിൽ അത് സിസ്റ്റം ക്രാഷ് ആകാനും അല്ലെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം അതിങ്ങനെ എടുക്കും. അത് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ ഇരിക്കും. സോ നമ്മൾ ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എന്താണ്, എക്സ്ട്രീംലി ഹൈ സ്പീഡിലായിരിക്കും ആൾ എന്ത് ചെയ്യുന്നത്,
ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന്റെ വാസ്റ്റ് ഡേറ്റ വോളിയൂംസ് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ ഫോക്കസ് ചെയ്ത് കുറച്ച് കണ്ടായിരുന്നു. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്താണ്, ഒരു കമ്പ്യൂട്ടേഴ്സ് ആണ്. എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ് നമുക്ക് ഹൈ സ്പീഡിൽ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ ആണ് എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും, മാസീവ് പാരലൽ പ്രോസസിംഗ് ആൻഡ് ഹൈ മെമ്മറി കപ്പാസിറ്റീസ്. അതായത് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് ഒരു മെമ്മറി കപ്പാസിറ്റി ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും ആ ഡേറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഓപ്പറേഷൻസ് ചെയ്യാനും അയാളെ കൊണ്ട് പറ്റും. അതിന് അറ്റേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രോസസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിനെ കൊണ്ട് പറ്റും. ആൻഡ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആണ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ്, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷർമെന്റ് ആണ് ഈ ഫ്ലോപ്സ് എന്ന് പറയുന്നത്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അതായത് ഹൗ മെനി ഫ്ലോട്ടിംഗ് പോയിന്റ് കാൽക്കുലേഷൻസ് ക്യാൻ പെർഫോം പെർ സെക്കൻഡ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് മെഷർമെന്റ് വേണമെങ്കിൽ 5 3 എന്നുള്ള രീതിയിലൊന്നും ആയിരിക്കത്തില്ല പോകുന്നത്. നമ്മൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഒരു സെക്കൻഡിൽ എത്ര കാൽക്കുലേഷൻസ് അതിന് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ എന്താ ഡെസിമൽസ് ആയിട്ടായിരിക്കും കൂടുതൽ അത് വരിക. പിന്നെ കുറച്ചൊരു അക്യുറേറ്റ് ആയിട്ട് വരിക. ഇപ്പൊ നമ്മള് 10നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5 ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ കുറച്ച് അക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും 5.0 അല്ലേ. അപ്പൊ നമ്മൾ ഡെസിമൽസിലായിരിക്കും നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര കാൽക്കുലേഷൻസ് ആണ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെസിമൽ വാല്യൂസ് തന്നെയാണ്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡെസിമൽസിനെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. സോ അതെന്താണ്, ഇപ്പൊ നമ്മുടെ സംഖ്യയുടെ വലുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ് പല രീതിയിലായിട്ട് പോവാം. ഗിഗാഫ്ലോപ്സ്, ടെറാഫ്ലോപ്സ്, പെറ്റാഫ്ലോപ്സ്, എക്സാഫ്ലോപ്സ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തോണ്ടേയിരിക്കാം, ആ ഒരു യൂണിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഇപ്പം മീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് കൂടി പോകുന്നത് പോലെ തന്നെ ഇതിന്റെ എന്തായിക്കൊണ്ടേയിരിക്കും, യൂണിറ്റ് അനുസരിച്ച് അളവ് കൂടുന്നതിനനുസരിച്ച് യൂണിറ്റ് കൂടി പോകുന്നത്. അതിന്റെ ഒരു മെഷർമെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 10⁻⁹ zeros അല്ലെങ്കിൽ 10⁻12, 10⁻15, 10⁻18 എന്നുള്ള രീതിയിൽ. ഓക്കെ, ജസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇത്ര അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പരിപാടി, ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള വർക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യാറായിട്ടുള്ളൂ. അതിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രീംലി ഹൈ സ്പീഡിൽ എത്ര ഇന്റൻസീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ് ആൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മളത് മെഷർ ചെയ്യുന്നത്, അതിന്റെ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫ്ലോപ്സ് വെച്ചിട്ടാണ്. ഫ്ലോപ്സ് എന്താ നോക്കുന്നത്, ഒരു സെക്കൻഡിൽ എത്ര കാൽക്കുലേഷൻസ് ആണ് അതിന് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നതെന്നായിരിക്കും നമ്മുടെ ഫ്ലോപ്സ് നമുക്ക് പറഞ്ഞു തരിക. നമുക്ക് നോക്കാം നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസ്. ഒന്ന് എന്താണ്, വെതർ ഫോർകാസ്റ്റിംഗ് അല്ലെ. വെതറിന്റെ പാറ്റേൺസ് ഒക്കെ നോക്കുക. എന്നിട്ട് ഇപ്പം സൈക്ലോൺസോ അല്ലെങ്കിൽ റെയിൻഫോൾ കൂടുതലായിരിക്കോ അല്ലെങ്കിൽ സൈക്ലോൺസിന്റെയോ വെള്ളത്തിന്റെയോ സാധ്യതയുണ്ടോ, ഒരേ പാറ്റേണിൽ തന്നെയാണോ പൊക്കോണ്ടിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ്. നമുക്ക് എല്ലാവർക്കും വെതർ ആപ്പ് ഒക്കെ നമ്മുടെ ഫോണിലുണ്ടല്ലോ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. കാരണം വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് എന്ത് ചെയ്യണം, ഫെച്ച് ചെയ്യണം, അനലൈസ് ചെയ്യണം ഒക്കെ ചെയ്യാനുണ്ട് അല്ലേ. പിന്നെ എന്താണ് സയന്റിഫിക് റിസർച്ച്, ഡ്രഗ് ഡിസ്കവറി, ജനോം സീക്വൻസിങ്, ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ്. ഇപ്പൊ നമുക്ക് സയന്റിഫിക് റിസർച്ച് ആയിട്ട് നമ്മൾ പല ഫീൽഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, റിസർച്ച് ചെയ്യുന്നുണ്ടാവും അല്ലെ. പുതിയ എന്തെങ്കിലും ഒരു അസുഖത്തിന് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ നമുക്ക് ഒരുപാട് ട്രയൽ ആൻഡ് എറർ ആയിട്ട് ഒരുപാട് ഡേറ്റാസ് നേരത്തെ ഉണ്ടായിരുന്നൊക്കെ അനലൈസ് ചെയ്യുകയും ഓരോന്ന് ടെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യും അല്ലെ. സോ അങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനായിട്ട് യൂസ് ചെയ്യുക. കാരണം നമുക്ക് അത്രയും വേസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടാവത്തില്ല. നമുക്ക് ഒരുപാട് ഡേറ്റാസ്, ഒരുപാട് സിറ്റുവേഷൻസ് എല്ലാം പെട്ടെന്ന് അനലൈസ് ചെയ്ത് പ്രോസസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് എന്ത് വേണം, റിസൾട്ട് എടുക്കണം. പിന്നെ എന്താണ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്. നമ്മുടെ ആർമി സിറ്റുവേഷൻസിൽ അവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. ഇപ്പൊ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താനായിട്ട് ഒരു എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാനായിട്ട്, മിസൈലിന്റെ സിമുലേഷൻസ് എങ്ങനെയാ പോകുന്നതെന്ന് നോക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ കമ്പ്യൂട്ടറാണ്. പിന്നെ എന്താണ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ്. അതായത് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഡേറ്റ ഒക്കെ നമ്മുടെ സാറ്റലൈറ്റ്സിൽ നിന്ന്, സെൻസേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ നിന്നൊക്കെ വരുവാണ്. നമുക്കത് പ്രോസസ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്കിപ്പോൾ വേറെ എന്തിലേക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ
അതിനാണ് നമ്മൾ ബിഗ് ഡേറ്റ അനലറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ലാർജ് സ്കെയിലിൽ കിട്ടുന്നതിന്റെ പ്രോസസ്സിങ്ങിനെയാണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയായിരിക്കും? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. കാരണം ആളുടെ സ്റ്റോറേജും ഭയങ്കര കൂടുതലാണ്. ആ എത്ര ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാനും ആളെ കൊണ്ട് പറ്റും. ഇനി ഇന്ത്യയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ കുറച്ച് വേർഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പരം സീരീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഡെവലപ്പ് ചെയ്ത CDAC എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ പല വേർഷൻസ് ആണ് ഈ ഒരു 8000, 10,000 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇന്ത്യ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. പിന്നെ സാഗ 220, അത് നമ്മുടെ ISRO നമ്മുടെ എയറോസ്പേസ് ആപ്ലിക്കേഷൻസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനുശേഷം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. പിന്നെ നമ്മൾ അടുത്ത് കൊണ്ടുവന്നതാണ് മിഹിർ ആൻഡ് പ്രത്യൂഷ് എന്ന് പറയുന്ന 2 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അതെന്താണ്? നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ഫോർ ക്ലൈമറ്റ് റിസർച്ച്, നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥ പഠനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ആ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ന് പറയുന്നത് മിഹിറും പ്രത്യൂഷും. പിന്നെ NSM നാഷണൽ സൂപ്പർ കമ്മിങ് മിഷൻ, അത് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. അതൊരു മിഷൻ ആയിരുന്നു. അവിടെ എന്ത് ചെയ്തു? നമ്മൾ ലോഞ്ച് ടു ബിൽഡ് എ നെറ്റ്വർക്ക് ഓഫ് 73 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അക്രോസ് ഇന്ത്യ. ഇന്ത്യ ഒട്ടാകെ 73 സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക്, അതായത് പല പല കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇന്റർകണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു നെറ്റ്വർക്കിലാക്കി വെക്കുന്നുണ്ടാവും. സോ ഇവർക്കിടയിൽ ഡേറ്റ പാസ് ചെയ്യുക, പല പല ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ആ നെറ്റ്വർക്കിൽ നമ്മൾ നടക്കുന്നത്. നെറ്റ്വർക്കിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാൻ വേണ്ടി ഇപ്പൊ അത്രയും മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ പല പല കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ടാവും. അവർക്കിടയിൽ നമുക്ക് റിസോഴ്സസും ഡേറ്റാസും മോണിറ്ററിങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കാനും പ്രോസസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. സോ ഇതായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ. ഇത്രയും ഓക്കെ ആണോ?